കൊല്ലം പൂരത്തിന്റെ കുടമാറ്റത്തിൽ ആർഎസ്എസ് നേതാവ് ഹെഡ്ഗെവാറിന്റെ ചിത്രം. പുതിയകാവ് ക്ഷേത്രമാണ് നവോത്ഥാന നായകർക്കൊപ്പം ഹെഡ്ഗെവാറിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ കുട ഉയർത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ഹൈക്കോടതി രജിസ്ട്രാർക്കും യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും ദൃശ്യങ്ങൾ കൃത്യമായി ദൃശ്യവൽക്കരിച്ച് കാട്ടണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം ആശ്രാമം മൈതാനത്ത് നടന്ന കൊല്ലം പൂരത്തിന്റെ കുടമാറ്റത്തിനിടെയാണ് വിവാദ ചിത്രമടങ്ങിയ കുട ഉയർന്നത്. ബി.ആർ. അംബേദ്കർ, ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ എന്നീ നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പമാണ് ആർഎസ്എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗെവാറിന്റെ ചിത്രവും ഉയർത്തിയത്. പുതിയകാവ് ക്ഷേത്രം സംഘടിപ്പിച്ച കുടമാറ്റത്തിലാണ് സംഭവം. സംഭവത്തിൽ അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം നൽകി. വിജിലൻസ് എസ്.പിക്കാണ് അന്വേഷണ ചുമതല. ക്ഷേത്രം ഭാരവാഹികളോട് അടിയന്തര റിപ്പോർട്ടും തേടി. ഡിവൈഎഫ്ഐ ഹൈക്കോടതി രജിസ്ട്രാർക്കും യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾക്കിടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശത്തെ മറികടന്നാണ് ഹെഡ്ഗെവാറിന്റെ ചിത്രം ഉയർന്നത്. ആർഎസ്എസ് സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് ഉയരുന്ന ആരോപണം. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ അലോഷി സേവ്യർ വിപ്ലവഗാനങ്ങൾ പാടിയ സംഭവത്തിൽ ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. കോടതി ഇടപെട്ടതിന് പിന്നാലെയായിരുന്നു നടപടി. ഇതിനു പിന്നാലെ കൊല്ലം കോട്ടുങ്കൽ ദേവീക്ഷേത്രോത്സവത്തിനിടെയുള്ള ഗാനമേളയിൽ ആർഎസ്എസ് ഗണഗീതം പാടിയ സംഭവവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവിടുത്തെ ക്ഷേത്രോപദേശക സമിതിയെയും പിരിച്ചുവിട്ടിരുന്നു. തൊട്ടുപിന്നാലെയാണ് കൊല്ലം പൂരത്തിൽ ആർഎസ്എസ് നേതാവിന്റെ ചിത്രം ഉയർന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.